അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒമ്പതാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ രണ്ടാമത്തെ പാഠം മുറു അബാബക്കരിൻ ഫൽയുസല്ലി, ഈ പാഠം. അതിന്റെ തെദീബാത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ക്രമപ്രകാരം പട്ടിക പൂർത്തിയാക്കാം. ഇമാമത്ത് നിൽക്കാൻ അർഹരായവർ 10 ആളുകൾ ക്രമത്തിൽ ഇങ്ങോട്ട് പറയാം. അത് ഞാൻ പറയണോ? ദൂരെ അങ്ങോട്ട് വലുതായി പോവും. 1 നാടിന്റെ ഭരണാധികാരി, 2 മസ്ജിദിന്റെ നിർണയിക്കപ്പെട്ട ഇമാം, 3 ഫിഖ്ഹിൽ ഏറ്റവും അറിവുള്ളവൻ, 4 ഖുർആൻ നല്ല നിലയിൽ പാരായണം ചെയ്യുന്നവൻ, 5 ഏറ്റവും ധർമ്മനിഷ്ഠയുള്ളവൻ, 6 ശ്രേഷ്ഠ വംശപരമ്പരയുള്ളവൻ, 7 ഏറ്റവും നല്ല പ്രശസ്തിയുള്ളവൻ, 8 വസ്ത്രവും ശരീരവും ഏറ്റവും വൃത്തിയുള്ളവൻ, 9 ഏറ്റവും മികച്ച തൊഴിലുള്ളവൻ, 10 ഏറ്റവും നല്ല ശബ്ദമുള്ളവൻ. അൽഹംദുലില്ലാഹ്. ഇനി രണ്ടാമത്തതോ, ഓരോ കുറിപ്പ് എഴുതാനാണ്. നക്തുബു ഫിഖ്റ. 1 ഇമാമിന്റെ ഷർത്തുകൾ. ഇമാമിനിക്ക് 5 ഷർത്തുകൾ ഉണ്ട്. 1 മഅ്മൂമിന്റെ വിശ്വാസത്തിൽ ഇമാമിന്റെ നിസ്കാരം സ്വഹീഹാകുക. 2 ഇമാം മറ്റൊരാളെ തുറന്ന് നിസ്കരിക്കുന്നവനാകാതിരിക്കുക. 3 ഇമാം മടക്കി നിസ്കരിക്കേണ്ടവൻ ആവാതിരിക്കുക. 4 ഇമാം ഉമ്മി ആവാതിരിക്കുക. 5 പുരുഷന്റെ ഇമാം സ്ത്രീ ആവാതിരിക്കുക. ഇങ്ങനെ ഇമാമിന്റെ ഷർത്തുകൾ 5. ഈ ഇമാമിന് സുന്നത്തായ കാര്യങ്ങൾ. അപ്പോ ഞാൻ അടുത്ത ഇമാമിന് സുന്നത്തായ കാര്യങ്ങൾ. 1 സഫുകൾ നേരെയാക്കാൻ കൽപ്പിക്കുക. മുവാഫിഖിനെ 2ാം സുജൂദിൽ പ്രതീക്ഷിക്കുക. മഅ്മൂമ് സുന്നത്തിനു വിപരീതമായി പ്രവർത്തിച്ചാൽ സൂചിപ്പിക്കുക. ഇടയ്ക്ക് വെച്ച് നിസ്കാരം മുറിക്കേണ്ടി വന്നാൽ മറ്റൊരാളെ ഇമാമായി നിയമിക്കുക. ലഘുവാക്കി നിസ്കരിക്കുക. സ്ത്രീകളുടെ ജമാഅത്തിൽ വനിത ഇമാം അവരുടെ ഇടയിൽ നിൽക്കുക തുടങ്ങിയവ ഇമാമിന് സുന്നത്തായ കാര്യങ്ങളാണ്. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ഈ 3 മഅ്മൂമിന് സുന്നത്തായ കാര്യങ്ങൾ. മഅ്മൂമിന് സുന്നത്തായ കാര്യങ്ങൾ. 1 വിടവുകളില്ലാത്ത നിലക്ക് സ്വഫുകൾ ശരിയാക്കുക. സ്വഫുകൾക്കിടയിൽ 3 മുഴത്തിൽ അധികം ആവാതിരിക്കുക. ഇമാം ചെയ്തതിനു ശേഷം ഓരോ പ്രവൃത്തിയും ചെയ്യുക. ഓരോ പ്രവൃത്തിയിൽ നിന്നും ഇമാം വിരമിച്ച ശേഷം വിരമിക്കുക. ഇമാം മറന്നാൽ ഉണർത്തുക തുടങ്ങിയവ. ഞാൻ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു കേട്ടോ. വായിക്കേണ്ട ആവശ്യമില്ല, ചിലർക്ക് വേണ്ടി എഴുതിയല്ല. 4 മസ്ബൂഖിന് സുന്നത്തായ കാര്യങ്ങൾ. ഇമാമിനോടൊപ്പം ഖുനൂത്തിന്റെ
സ്വലാത്ത് തുടങ്ങിയവ ചൊല്ലുക. ഇമാം തന്റെ മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ കൈ ഉയർത്തുക. ഇമാമിന്റെ സലാമിന് ശേഷം പെട്ടെന്ന് എഴുന്നേൽക്കുക. താൻ മൂന്നാം റക്അത്തിലേക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ തക്ബീർ ചൊല്ലുക. തുടങ്ങിയവ മസ്ബൂത്തിന് സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി അടുത്തത് അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു കേട്ടോ. ഇനി തഖ്സീസാണ് മൂന്നാമത്തെ അസൈൻമെന്റ് എഴുതുക. ഒന്ന് എന്താണത്? മുറു അബൂബക്കറിൻ ഫൽയുസല്ലി. ഇതിന്റെ സന്ദർഭവും അതിൽ അടങ്ങിയ തത്വവും കണ്ടെത്തുക. അപ്പോൾ ഉദാഹരണം എഴുതി നോക്കുക. സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പണി ബാധിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിച്ചു ജമാഅത്ത് നേതൃത്വം കൊടുക്കാൻ മസ്ജിദ് നബവിയിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാ ജമാഅത്തിനും അവിടെ നേതൃത്വം കൊടുക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം കഠിനമായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ജമാഅത്ത് നേതൃത്വം കൊടുക്കാൻ പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. എന്തൊക്കെയാണ്? രോഗസമയത്ത് പ്രയാസം സഹിച്ചു ജമാഅത്തിൽ പങ്കെടുക്കണമെന്നും ഇമാമത്ത് നിൽക്കാൻ അർഹനായ ആളെ മാത്രമേ നിങ്ങൾ എവിടെയും ഇമാമത്ത് നിർത്താൻ പാടുള്ളൂ എന്നും എനിക്ക് ശേഷം അടുത്ത ഭരണാധികാരി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകണമെന്നും ഈ വചനത്തിൽ സൂചനയുണ്ട്. അതും മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു. ചില ആൾക്കാർക്ക് ഇനി മലയാളത്തിൽ വായിക്കാൻ സുഖം ഉണ്ടാവും എന്ന് എഴുതിയിട്ട് അവർക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ മന്നാനേ. നിങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. എല്ലാ അപകടങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെല്ലാം സാധുക്കളാണ്, ഞങ്ങൾക്ക് നീ ഖൈറ് തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാരെ ഖബറ് സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഓർമ്മയും ബുദ്ധിയും ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ